ഞാൻ ഏറ്റവും അധികം പ്രസംഗിച്ചിട്ടുള്ള അല്ലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗത്തു നിന്ന് തന്നെ പുതിയ പ്രസംഗം പറയാതെ പഴയ ഒരു പ്രസംഗം തന്നെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്ന അടിസ്ഥാനപരമായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ളതായ ഒരു വേദഭാഗം എടുത്ത് നിങ്ങളോട് ലളിതമായിട്ട് അതിൽ നിന്ന് രണ്ടു മൂന്ന് കാര്യം പറയണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സസ് 28 to 30. മാത്യു 11:28 to 30. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഭാഗമാണിത്. കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന ഒരു ഭാഗമാണിത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവേൻ. എന്നാൽ ഇതിന്റെ അർത്ഥം എന്താണ്? എന്താ കർത്താവിൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ വരുന്നവരെന്താ ചെയ്യേണ്ടത്? അത് കർത്താവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. The whole of Christian life is summarized in these 3 verses. That's an amazing thing. ഞാനിത് കൂടെ പ്രസംഗിക്കാനുള്ള ഒരു കാരണം അതാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുഴുവനും ഈ 3 വാക്യത്തിലുണ്ട്. The whole of Christian life. What is Christian life? That is there in these 3 verses. അത് നിങ്ങളോട് അത് എന്താണെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മഹാന്മാരായ ആളുകൾക്ക് മാത്രമേ ചുരുക്കം വാക്കുകളിൽ ഒത്തിരി കാര്യം പറയാനൊക്കെ ഉള്ളൂ. സാധാരണ ആളുകൾക്ക് ഒത്തിരി കാര്യം പറയണ ഒത്തിരി സമയം വേണം. എന്നാൽ മഹാത്മാക്കളായ ആളുകൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഒത്തിരി കാര്യം കൺവേ ചെയ്യാൻ പറ്റും. So this is a passage where the Lord Jesus took just 3 verses, or let's say 3 minutes, to say what Christian life is all about. ക്രിസ്തീയ ജീവിതം മൊത്തത്തിൽ എന്താണെന്ന് 2-3 മിനിറ്റ് കൊണ്ട് കർത്താവോട് പറഞ്ഞിരിക്കുകയാണ്. ദാറ്റ്സ് അമേസിങ്. അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈ ഭാഗത്ത് പല ഒബ്സർവേഷൻസ് നമുക്ക് നടത്താനായിട്ട് കഴിയും. പല നിരീക്ഷണങ്ങൾ ഈ വാക്യങ്ങൾ നടത്താനായിട്ട് കഴിയും. 1-2 പ്രൈമറി ഒബ്സർവേഷൻസ് ഞാൻ പറയാം, പിന്നീട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. 3 കാര്യം ഇവിടെ നാം ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. There are 3 things the Lord asks us to do in this passage. Number 1 is come. വരിക. രണ്ടാമത്തേത് 29-ാം വാക്യം verse 29, എൻ്റെ നുകം ഏൽക്കുക, take my yoke. മൂന്നാമത്തേത് എന്നോട് പഠിക്കുക, learn of me. 3 things we are supposed to do. 3 കാര്യം ചെയ്യാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ഈ 3 കാര്യമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. This is all that can be said about Christian life. Christian life is these 3 things: coming to the Lord Jesus, taking his yoke and following him. That is Christian life. കർത്താവിൻ്റെ അടുക്കൽ വരിക, അവന്റെ നുകം ഏൽക്കുക, അവനോട് പഠിക്കുക. ഇവിടെ നുകം ഏൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കീഴ്പ്പെടുക എന്നാണ്, കർത്തൃത്വം അംഗീകരിക്കുക എന്നാണ്. ഇസ്രായേൽ മക്കൾ ബാബിലോണിന്റെ നുകത്തിന് കീഴിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാബിലോണിന്റെ അടിമത്വത്തിന് കീഴിലായിരുന്നു എന്നാണ്. So take his yoke means come under his control, acknowledge his lordship in your life. So we will use another word, submit or yield. That is what is meant by taking his yoke. കർത്താവിന് നുകം ഏൽക്കുക എന്ന് പറഞ്ഞാൽ അവന് കീഴ്പ്പെടുക, അവന്റെ കർത്തൃത്വം അംഗീകരിക്കുക. അതാണ് നുകമേൽക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്ത വാക്ക് ലേൺ ഓഫ് മീ, പഠിക്കുക. അവിടെ പഠിക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കും ശിഷ്യത്വം എന്നുള്ള വാക്കും ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ആ റൂട്ടിൽ നിന്നാണ്, ഡിസൈപ്പിൾ എന്നുള്ള റൂട്ടിൽ നിന്നാണ് ഈ ലേൺ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. സോ ദ സെയിം റൂട്ട് വേർഡ് മീൻസ് ഡിസൈപ്ലിംഗ്. The word used for learn is the same as become my disciple. Because a disciple is a learner. ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് യജമാനിൽ നിന്ന് പഠിക്കുന്നവനാണ്, യജമാനെ അനുഗമിക്കുന്നവനാണ്. Disciple is a follower and a disciple is a learner. അവൻ ശിഷ്യൻ യജമാനെ അനുഗമിക്കുന്നവനാണ്, യജമാനിൽ നിന്ന് പഠിക്കുന്നവനാണ്.
അപ്പോൾ 3 കാര്യം കർത്താവ് പറഞ്ഞു. ഇനി നമുക്ക് എളുപ്പം മനസ്സിലാക്കുന്ന ഭാഷയിൽ അത് 3 കാര്യം പറയാം. 1, കർത്താവിൻ്റെ അടുക്കൽ വരിക. 2, കർത്താവിൻ്റെ നുകത്തിന് കീഴ്പ്പെടുക, കർത്തൃത്വത്തിന്, അധികാരത്തിന് കീഴ്പ്പെടുക. 3, അവന്റെ ശിഷ്യന്മാരായി അവനെ പിൻപറ്റുക. അതാണല്ലോ ക്രിസ്തീയ ജീവിതം. Christian life is coming to the Lord Jesus, yielding our lives totally to his control, and then following him, or as his disciples, learning from him is following him as his disciples. ഈ 3 കാര്യങ്ങളാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. വേറൊരു ഒബ്സർവേഷൻ ഇവിടെ നടത്താനുള്ളത്, 2 തരം ആശ്വാസത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? There are 2 rests mentioned here. ഒന്നാമത് അതിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Come unto me, I will give you rest. So the rest that the Lord gives us, കർത്താവ് നമുക്ക് തരുന്ന ആശ്വാസം. എന്റെ താഴെ, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. A rest that you find. So a rest that the Lord Jesus gives us when we come to him, and a rest that we find in our lives when we follow the Lord Jesus. കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ആശ്വാസം. രണ്ടാമത്തേത്, കർത്താവിനെ നാം അനുഗമിക്കുമ്പോൾ നാം കണ്ടെത്തുന്ന ആശ്വാസം. A rest that the Lord gives us and a rest that we find. എന്താ ഈ 2 ആശ്വാസം തമ്മിലുള്ള വ്യത്യാസം? 1, ഭാരവുമായി വരുമ്പോഴാണ് ആശ്വാസം കിട്ടുന്നത്. എപ്പോഴാണ് ആശ്വാസം കിട്ടുന്നത്? ഭാരമുള്ള ഒരാൾക്ക് എപ്പോഴാണ് ആശ്വാസം കിട്ടുന്നത്? അയാളുടെ ഭാരം എടുത്തു മാറ്റുമ്പോഴാണ്, അല്ലെ? അപ്പോൾ പാപഭാരവുമായി കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ, ആ ഭാരം അവൻ എടുത്തു മാറ്റുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം കിട്ടും. When we come to the Lord Jesus with the burden of our sin, when he lifts our sins away, when he takes away our sin, we get relief, we get rest. So the first rest is the rest of sins forgiven. പാപം ക്ഷമിക്കപ്പെടുന്ന ആശ്വാസമാണ് ഒന്നാമത്തെ ആശ്വാസം. ഇനി രണ്ടാമത്തെ ആശ്വാസം, അനുദിനം അവനെ പിൻപറ്റുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ആശ്വാസമാണ്. So the second rest is the rest that we experience when we follow him in our daily life, submitting to his lordship and authority. അപ്പൊ 2 ആശ്വാസങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത്. 1, കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് തരുന്ന ആശ്വാസം. 2, കർത്താവിനെ നാം അനുഗമിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന, നാം കണ്ടെത്തുന്ന ആശ്വാസം. ഇനി ഈ ആശ്വാസം തമ്മിലുള്ള വേറൊരു വ്യത്യാസം, ആദ്യത്തെ ആശ്വാസം ഭാരം എടുത്ത് മാറ്റുമ്പോൾ കിട്ടുന്നതാണ്. രണ്ടാമത്തെ ആശ്വാസം ഒരു ഭാരം നമ്മുടെ മേൽ വെക്കുമ്പോൾ കിട്ടുന്നതാണ്. The first rest we find, or the Lord gives, when a burden is taken away. The second rest we find when a burden is placed on us. എന്താ burden എന്ന് പറയുന്നത്? നുകം. ഭാരം എടുത്ത് മാറ്റുമ്പോൾ ആശ്വാസം കിട്ടും, കർത്താവ് തരും. വേറൊരു ഭാരം നമ്മുടെ മേത്ത് എടുത്തു വെക്കുമ്പോൾ, ചുമലിൽ നുകം എടുത്തു വെക്കുമ്പോൾ വേറൊരു ആശ്വാസം കിട്ടും. ഇനി ഒന്നാമത്തെ ആശ്വാസം ഒരിക്കൽ എന്നേക്കുമായി കിട്ടുന്നതാണ്. The first rest is something that we get once and for all, the rest of sins forgiven. രണ്ടാമത്തെ ആശ്വാസം അനുദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്നതാണ്. The second rest is something that we experience in our day-to-day life. That's a continuous process. So the first rest is for once and for all, and the second rest is continuous, something that we find in our day-to-day life. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം കണ്ടെത്തുന്ന ആശ്വാസം. ഇതാണ് ഈ ആശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആകട്ടെ, ഇനി നമുക്കതിൽ ഓരോന്നും നോക്കാം. ഒന്നാമത്തെ കാര്യം, എൻ്റെ അടുക്കൽ വരുവീൻ, കം unto me. ആരെയാണ് കർത്താവ് വിളിക്കുന്നത്? Whom is the Lord calling? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ. ഏത് ഭാരം ചുമക്കുന്നവരെ കർത്താവ് വിളിക്കുന്നത്? സിമെന്റ് ബാഗും അരിച്ചാക്കും കരിങ്കല്ലും ഒക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന ചുമട്ടുതൊഴിലാളികളെല്ലാം വിളിക്കുകയാണോ? അതല്ല. അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വേറെ ഏതോ ഒരു ഭാരമാണ് ഇവിടുത്തെ വിഷയം. It is not a physical, literal burden. There is a burden upon our souls much heavier than any physical burden. That is the burden of sin. പാപത്തിന്റെ ഭാരമാണ് മനുഷ്യൻ വഹിക്കുന്ന ഏറ്റവും വലിയ ഭാരം.
അരിച്ചാക്ക് ചുമക്കുന്ന അല്ല ഏറ്റവും വലിയ ഭാരം. പാപത്തിന്റെ ഭാരം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ, അന്തരാത്മാവിൽ നാം അനുഭവിക്കുന്ന കുറ്റബോധം, പാപത്തിന്റെ ഭാരം, അതാണ് നമ്മൾ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാരം. ആ ഭാരം നീക്കാനായിട്ടുള്ള പരിശ്രമമാണ് ഏറ്റവും വലിയ പരിശ്രമം. The greatest labor people are involved in is laboring to get rid of that burden. അതാണ് റിലിജിയൻ എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് അതാണ്. നമുക്കറിയാം, the largest congregation of human beings on this planet Earth, നിങ്ങൾക്കറിയാമോ അത് ഏതാന്ന്? ഈ ഭൂമിയിൽ ഏറ്റവും അധികം മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന സന്ദർഭം ഏതാ? ഇന്ത്യയിലെ കുംഭമേളയിലാണ്, മഹാകുംഭമേള. ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, കുറച്ചാണ്, എല്ലാവർക്കും ആ കാര്യം അറിയാം. മഹാകുംഭമേളയിലാണ് ഈ ഭൂമിയിൽ ഏറ്റവും അധികം മനുഷ്യരെ ഒരുമിച്ച് കൂടുന്നത്. അങ്ങനെ വേറൊരു സന്ദർഭം ഇല്ല. എന്തിനാ അവരവിടെ വരുന്നത്? ഈ ലോകത്തിലെ സകല മനുഷ്യരും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കോൺഗ്രിഗേഷൻ എന്തിനാ അവിടെ വരുന്നത്? ഈ ഒരു കാര്യത്തിനാ. പാപഭാരം മാറണം. സ്നാനം കഴിച്ച് അവിടെ വെള്ളത്തിൽ കുളിച്ച് പാപഭാരം മാറണം. നിങ്ങൾ കണ്ടു കാണും, വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്ററും വന്ന് കുളിച്ചു, നമ്മുടെ പ്രസിഡന്റും വന്ന് വെള്ളത്തിൽ മുങ്ങി, എല്ലാവരും വന്നു. അപ്പൊ പ്രസിഡന്റിനും പ്രൈം മിനിസ്റ്ററും ഒക്കെ പാപഭാരം മാറാൻ ആവശ്യമുണ്ടെന്ന് അവർ തന്നെ പറയാം. So the greatest labor people are involved in is the labor to get rid of sin. മനുഷ്യന്റെ ഏറ്റവും വലിയ അധ്വാനം അതാണ്. ഇനി വേറൊരു അർത്ഥം കൂടെ ഈ ഭാഗത്തുണ്ട്. ഈ കോണ്ടെക്സ്റ്റിൽ യഹൂദന്മാരുടെ മേൽ, യഹൂദ മതമാണല്ലോ അന്നത്തെ പ്രധാന മതം, അവരുടെ നേതാക്കൾ വലിയൊരു ഭാരം ചുമത്തിയിരുന്നു. കർത്താവ് അതിനെക്കുറിച്ച് വേറെ ചിലയിടത്തൊക്കെ റെഫർ ചെയ്യുന്നുണ്ട്. Do's and don'ts in Jewish religion. Lot of rituals and rules. That was a big burden on the people in those days. അന്നത്തെ ആളുകളുടെ മേൽ യഹൂദ മതം അടിച്ചേൽപ്പിച്ച വലിയ ഭാരം. ഇത് ചെയ്യണം, അത് ചെയ്യരുത്, ഇതിന് പദാർത്ഥം കൊടുക്കണം, ദശാംശം കൊടുക്കണം, ഇത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. അതെല്ലാം ദൈവം പറഞ്ഞല്ല, കുറച്ച് അവരായിട്ട് കൂട്ടിച്ചേർത്താണ്. ഭയങ്കര ഭാരമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അന്നത്തെ മതം അവരുടെ മേൽ ചുമത്തിയിരുന്നത്. ആ ഭാരവും ഈ കോണ്ടെക്സ്റ്റിൽ കർത്താവ് പറഞ്ഞപ്പോൾ ഉണ്ടെന്നാണ് പൊതുവെ വിചാരിക്കപ്പെടുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഭാരം, പാപത്തിന്റെ ഭാരം പ്രൈമർലി, പിന്നെ യഹൂദ മതം അവരുടെ മേൽ കെട്ടി ഏൽപ്പിച്ച ഭാരം. പാപഭാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് അവര് കഴിച്ച ഭയങ്കര പരിശ്രമം. The burden of sin and the burden of religious rituals, do's and don'ts. And the greatest labor people are involved in is the labor to get rid of sin. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമം. ഇങ്ങനെയുള്ള ആളുകളെ നോക്കി കർത്താവ് വിളിക്കുകയാണ്, come unto me. അപ്പൊ ആരെയാ കർത്താവ് വിളിക്കുന്നത്? പാപഭാരം ചുമക്കുന്നവര്, പാപഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പരിശ്രമിക്കുന്നവര്, മതത്തിന്റെ വിവിധ കർമ്മങ്ങളിൽ കൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നവര്, അവരെല്ലാം കണ്ടുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. അപ്പൊ ആരെയാണ് കർത്താവ് വിളിക്കുന്നതെന്ന് ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ ഭാരത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഏറ്റവും വലിയ ഭാരം ഏതാ? Psalm 38 and verse 4, സങ്കീർത്തനം 38 4-ാമത്തെ വാക്യം. അവിടെ ദാവീദ് പറയാണ്, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമട് പോലെ അത് എൻ്റെ മേലായിരിക്കുന്നു. 38:4 ദാവീദ് പറയുന്നുണ്ട്. അപ്പോ ഭാരമുള്ള ഒരു ചുമട് പോലെ എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുകയാണ്. So the greatest burden men and women carry upon their soul is the burden of iniquity, the burden of sin. പാപത്തിന്റെ ഭാരം, അതാണ് മനുഷ്യ ചുമക്കുന്ന ഏറ്റവും വലിയ ഭാരം. കർത്താവ് പറയാണ്, യു കം ടു മീ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. എന്താ എൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞ അർത്ഥം? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു കം ടു ദ ലോർഡ് ജീസസ്? കർത്താവ് പക്ഷപ്രകാരം ഇവിടെ നിൽക്കുകയല്ലോ ആരും അടുക്ക വരാൻ. പിന്നെ എന്താ ഈ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താണ്. ജോൺ 6:35, യോഹന്നാൻ 6:35 വാക്യത്തിൽ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ
35 വാക്യം. കർത്താവ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല. അപ്പൊ ഇവിടെ വരുന്നത് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്താ പറഞ്ഞിരിക്കുന്നത്? 2 വാക്ക്. എന്താ? വരുന്നവർ, വിശ്വസിക്കുന്നത്. അപ്പോ ടു കം ടു ദ ലോർഡ് ഈസ് ടു ബിലീവ് ഇൻ ഹിം, ടു ട്രസ്റ്റ് ഇൻ ഹിം. എൻ്റെ അടുക്കൽ വരുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ. ഒറ്റ ശ്വാസത്തിൽ കർത്താവ് പറയാം. ഇത് രണ്ടും ഒരു കാര്യമാണ്, ഒന്നിന് പകരമാണ് മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരിക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നാണ്. Come unto me means put your trust in me. Believe. എന്നെ വിശ്വസിക്കുക, എന്നിൽ ശരണപ്പെടുക, ഞാൻ ആരാണെന്നും എന്ത് ചെയ്തുവെന്നും വിശ്വസിക്കുക. അതാണ് സുവിശേഷം. സുവിശേഷം വിശ്വസിക്കണം. What is the gospel? Who Christ is and what he accomplished for us on the cross. ആരാണ് കർത്താവ്? അവൻ എന്ത് ചെയ്തു? നമുക്കതറിയാം. അവൻ ദൈവമാണ്, ദൈവപുത്രനാണ്. ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ മുഴുവൻ സഹിച്ച് നീക്കിയവനാണ്. നാം പാപത്തിന് അനുഭവിക്കേണ്ട ശിക്ഷ നമ്മുടെ സ്ഥാനത്ത് കർത്താവ് ക്രൂശ് മരണത്തിൽ അനുഭവിച്ചു. നരകമാണ് പാപത്തിന്റെ ശിക്ഷ, ദൈവത്താൽ കൈവിടപ്പെടുന്ന അവസ്ഥ. ആ വേദന ക്രൂശിൽ വെച്ച് കർത്താവ് സഹിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് കർത്താവ് നിലവിളിച്ചു. അതാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. കേവലം അടി കൊണ്ടതും മുൾമുടി ചൂടിയതും അല്ല, അത് പ്രധാനമാണ്. പക്ഷേ എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പാപത്തിന്റെ ശിക്ഷ, അതെന്താ ശിക്ഷ? ദൈവത്താൽ എന്നേക്കും കൈവിടപ്പെടുക. അതാണ് നരകം. ആ വേദന ക്രൂശിൽ വെച്ച് കർത്താവ് സഹിച്ചു. അതാണ് നീ എന്നെ കൈവിട്ടതെന്ന് കർത്താവ് നിലവിളിച്ചതിന്റെ ഒരാശയം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ മീ ബിക്കോസ് ഐ പെയ്ഡ് ദ പെനാൽറ്റി ഓഫ് യുവർ സിൻ. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് കർത്താവ് ലോകത്തിലെ സകല മനുഷ്യനെ വിളിക്കുകയാണ്, കം അൺടു മീ, പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ മീ. നമ്മളൊക്കെ ദൈവകൃപയാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിൽ മിക്കവാറും പേര്, അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ടുള്ളവരാണ്. So before I go on, let me ask you this question. Has there been a day in your life when you came to the Lord Jesus as a sinner? കർത്താവേ, ഞാനൊരു പാപി. ആ ബോധ്യത്തോടു കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ? എൻ്റെ പാപങ്ങളുടെ ശിക്ഷ അവിടുന്ന് സഹിച്ചു, അതുകൊണ്ട് അങ്ങേ എൻ്റെ രക്ഷകനായി ഞാൻ വിശ്വസിച്ച് അങ്ങയിൽ ശരണപ്പെടുന്നു, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് നാം വന്നിട്ടുണ്ടോ? എല്ലാവരും വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ വരാം. റൈറ്റ് നൗ യു ക്യാൻ കം ടു ദ ലോർഡ്. ഇഫ് യു ഹാവ് നോട്ട് കം ടു ദ ലോർഡ് ആസ് എ സിന്നർ, ലോർഡ് ഐ എം എ സിന്നർ, ഐ കം ടു യു, ഐ ബിലീവ് ദാറ്റ് യു ഡൈഡ് ഫോർ മൈ സിൻസ് and was buried and rose again. You are the only Savior who can forgive my sins. Lord, I put my trust in you as my Savior. I rely upon you to forgive my sins. എൻ്റെ പാപങ്ങൾ മോചിക്കാനായിട്ട് ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അതാണ് കർത്താവിൻ്റെ അടുക്കൽ വരിക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ കർത്താവിൻ്റെ അടുത്ത് വരണം. അത് ഹൃദയത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. ഞാനൊരു പാപി എന്നുള്ള ബോധ്യത്തോടെ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചുയർത്ത രക്ഷിതാവാണ് ക്രിസ്തു എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ വ്യക്തിപരമായി അവരിൽ ശരണപ്പെടുന്ന അനുഭവം. അതാണ് കർത്താവിൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഐ വിൽ ഗിവ് യു റെസ്റ്റ്. വെൻ യു ദസ് കം, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. പാപത്തിൻ്റെ ഭാരം കർത്താവ് എടുത്ത് മാറ്റും. ഗിൽറ്റ് ഫീലിങ്സ് കർത്താവ് എടുത്ത് മാറ്റും. കുറ്റം കർത്താവ് എടുത്ത് മാറ്റും. അപ്പോൾ നമുക്ക് വലിയ ആശ്വാസം ലഭിക്കും. ദാറ്റ് ഇസ് ദ റെസ്റ്റ് ഓഫ് സിൻസ് ഫോർഗിവൻ. പാപത്തിൻ്റെ ഭാരം ഒഴിഞ്ഞു. അതാണ് ലോകത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസം. ഐ ആം അറ്റ് പീസ് വിത്ത് ഗോഡ്. ദൈവമായിട്ടുള്ള എൻ്റെ പ്രശ്നം തീർന്നു. ദൈവത്തോട് എനിക്ക് നിരപ്പ് ലഭിച്ചു. ദൈവം എന്നെ അംഗീകരിച്ചിരിക്കുന്നു. എൻ്റെ എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിച്ചിരിക്കുന്നു. അതാണ് ഒരു മനുഷ്യനുണ്ടാകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസം. ആ ആശ്വാസം എപ്പോൾ കിട്ടും? കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കിട്ടും. അതാണ് ഒന്നാമത്തെ ആശ്വാസം. ഓക്കെ, ദാറ്റ്സ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരംഭം അവന്റെ അടുക്കൽ വരുമ്പോഴാണ്. അതോടെ തീർന്നു. പലരും വിചാരിച്ചിരിക്കുന്നത് കർത്താവിന്റെ അടുക്കൽ വരുന്നതോടുകൂടെ എല്ലാം തീർന്നെന്നാണ്. ഇല്ല, ദാറ്റ്സ് ഓൺലി ദി ബിഗിനിങ്. ഉടനെ കർത്താവ് പറയുകയാണ്,
അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്നോട് പഠിക്കണം. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. സോ ദ സെക്കൻഡ് തിങ് ഈസ് yield your life to my control. എൻ്റെ കർത്തൃത്വത്തിന് നിന്റെ ജീവിതത്തെ കീഴ്പ്പെടുത്തണം. നിന്റെ കഴുത്ത് എൻ്റെ നുകത്തിന് നീ കീഴ്പ്പെടുത്തണം. എൻ്റെ നുകം വെക്കാനായിട്ട് നിന്റെ കഴുത്ത് നീ കീഴ്പ്പെടുത്തണം. Acknowledge my control over your life, my mastery over your life. നിന്റെ ജീവിതത്തിൻ്റെ മേലുള്ള എൻ്റെ അധികാരം, എൻ്റെ കർത്തൃത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം. എന്ന് മുതൽ രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ. രക്ഷിക്കപ്പെട്ട കുറേ നാള് വഴിപ്പടിച്ചൊക്കെ നടക്കാം, പിന്നെ ഒരു ദിവസം രണ്ടാമത് രക്ഷിക്കപ്പെടലല്ല, രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ നമ്മളെല്ലാവരും അങ്ങനെ ജീവിക്കേണ്ടവരാണ്. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ, അതായത് കർത്താവിൻ്റെ അധീനതയിൽ ജീവിച്ചില്ലെങ്കിൽ, കുറഞ്ഞ പക്ഷം അത് മനസ്സിലാക്കുമ്പോഴെങ്കിലും കർത്താവെ, ഞാൻ ജീവിക്കേണ്ടതുപോലെ അല്ല ജീവിക്കുന്നത്, എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നിന്നെ യജമാനൻ എന്ന് ഞാൻ അംഗീകരിച്ച് നിനക്ക് കീഴ്പ്പെട്ട് ഉള്ളൊരു ജീവിതം എനിക്ക് വേണം. ആ നിലയിലാണ് നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോവുകയാണ്, ഇനി ഇവിടെ എങ്ങനെയും ഒക്കെ ജീവിക്കുക, അതല്ല ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ലൈഫ്, നമ്പർ 1, in which you have come to the Lord, and from that moment onwards you willingly yield your neck to the yoke of the Lord Jesus, to the control, mastery of the Lord Jesus, and live all the days of your life under his control. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കേവലം രക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല, അത് അതിൻ്റെ ആരംഭമാണ്. രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ എല്ലാ ജീവിതത്തിൻ്റെ മേഖലകളിലും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം മാനിച്ച് അവൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെയാണ് നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. ദാറ്റ് ഈസ് ഹൗ ദ ലോർഡ് ഇസ് ഡിസൈൻ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതം കർത്താവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. കേവലം പാപങ്ങൾ മോചിച്ചിട്ട് ഞാൻ സ്വർഗത്തിൽ പോകാമെന്ന് പറയുന്നതല്ല. പാപങ്ങൾ മോചിക്കപ്പെട്ടു, അന്ന് മുതൽ യേശുക്രിസ്തുവിൻ്റെ യജമാനത്വം ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക. പ്രാക്ടിക്കലി അതെന്താ, എങ്ങനെ അങ്ങനെ ജീവിക്കുന്നത്? പ്രാക്ടിക്കലി എൻ്റെ ഓരോ ചുവടിലും ഇത് ദൈവത്തിന് ഹിതമാണോ എന്ന് അന്വേഷിച്ചുകൊണ്ട്, കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. In each step of my life, I must seek to do the will of God. Is this pleasing to the Lord? അത് ജീവിതത്തിലെ ഏത് കാര്യമാണെങ്കിലും, എൻ്റെ പഠിത്ത കാര്യമായിക്കോട്ടെ, എൻ്റെ വിവാഹ കാര്യമായിക്കോട്ടെ, വീട് മേടിക്കുന്ന കാര്യമായിക്കോട്ടെ, ജോലിയുടെ കാര്യമായിക്കോട്ടെ, ഞാൻ സമയം ചെലവഴിക്കുന്ന കാര്യമായിക്കോട്ടെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇത് കർത്താവിന് പ്രസാദകരമാണോ എന്നുള്ള ചോദ്യം ചോദിച്ച് ദൈവത്തിന് പ്രസാദകരമായി വേണം ജീവിക്കാൻ. കൺസൾട്ട് ദ ലോർഡ് അറ്റ് എവറി സ്റ്റെപ്പ് ബിഫോർ മേക്കിംഗ് എനി ഡിസിഷൻ. ജീവിതത്തിൽ ഏത് തീരുമാനം ചെയ്യുന്നതിന് മുമ്പും കർത്താവിനോട് ആലോചന ചോദിക്കുക. Put each step forward in the plan and will of God. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ഓരോ ചുവടും മുന്നോട്ട് വെക്കുക. അതാണ് ക്രിസ്തീയ ജീവിതം. നമ്മളെല്ലാം അങ്ങനെയാണോ ജീവിക്കുന്നത്? രക്ഷിക്കപ്പെട്ടു, സ്വർഗത്തിൽ പോകുന്നു, ആ സന്തോഷമൊക്കെ ഉണ്ട്, നല്ല കാര്യം. സഭയിൽ പോകുന്നുണ്ട്, സ്നാനപ്പെട്ടു, അപ്പം മുറിക്കുന്നുണ്ട്, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് സ്ഥാനം കൊടുത്ത് എല്ലാ കാര്യവും കർത്താവിനോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? ഞാൻ ഒരു സംഭവം എൻ്റെ മനസ്സിൽ വരുന്നു. ഞാൻ ഒറീസയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഒരു ബക്സിങ് ഒരിക്കൽ ഞങ്ങൾ ആയിരുന്ന സഭയിൽ വന്നു, ഒരു കല്യാണം നടത്താൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹം വളരെ പ്രാർത്ഥനാ മനുഷ്യനാണ്, ദൈവഹിതപ്രകാരം ജീവിക്കുന്നവനാണെന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് ഒരു റിപ്ലൈ പെയ്ഡ് ടെലഗ്രാം വന്നു. ആ കാലത്ത് അങ്ങനെ ഒരു ടെലഗ്രാം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഉടനെ മറുപടി അയക്കണം. അപ്പോൾ അത് സിറ്റിയിലാണ് ആ ടെലഗ്രാം വന്നത്. അപ്പോൾ എനിക്കൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു, ഞാൻ അത് കളക്ട് ചെയ്ത് ബക്സിങ് താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഉടനെ മറുപടി തിരിച്ചയക്കണം. അപ്പോൾ ഞാൻ ആ ടെലഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെ ആൻറ്റിയുടെ കൊടുത്തിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു. മറുപടി പറഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ പോയി മറുപടി അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആൻറ്റി കുറച്ചു നേരം കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദർ പൊയ്ക്കോ,
കർത്താവിനോട് ചോദിച്ചിട്ട് വേണം മറുപടി പറയാമെന്ന് Brother Bakshing പറയുന്നു എന്ന് പറഞ്ഞു. See, that was a reply telegram asking Brother Bakshing if he could go for some meeting. So I was waiting to get the reply. So I was told, well, he has to consult the Lord. Then only he can give a reply. So you can go, brother, we will send the reply later. That was a very small thing. ഞാനന്ന് ബാച്ചലറായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന കാലമാണ്. എൻ്റെ ജീവിതത്തെ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു. See, at every step, he wants to ask the Lord, Lord, shall I go there? Is that your plan for my life? That is why his life was such a blessing to so many. അതുകൊണ്ടാണ് അനേകർക്ക് തൻ്റെ ജീവിതം അനുഗ്രഹമായി തീർന്നത്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് അവൻ്റെ നുകത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക, അതാണ് ക്രിസ്തീയ ജീവിതം. നിങ്ങൾ ഞാൻ ജീവിക്കേണ്ട അങ്ങനെയാണ്. He should be the Lord of our time. He should be the Lord of our leisure time. He should be the Lord of our relationships. He should be the Lord over our money. He should be the Lord over everything in our life. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ആലോചന അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അനുദിനം കർത്താവിനോട് ആലോചന ചോദിച്ച് സകല ചുവടുകളും കർത്താവിനനുസരിച്ച് മുമ്പോട്ട് വെക്കണം. അതാ ക്രിസ്തീയ ജീവിതം. അല്ല ഞാൻ രക്ഷിക്കപ്പെട്ട് ഇനി സ്വർഗത്ത് വെച്ച് കാണാം എന്ന് പറയുന്നതല്ല. Come unto me and then you yield your life to my total control. എൻ്റെ നുകം ഏൽക്കുക. ഈ നുകം ഏറ്റിരിക്കുന്ന കാളയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോകാനൊക്കെ അല്ല. നമ്മൾ പ്രായമുള്ളവർക്ക് അറിയാമല്ലോ, നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നുകം വെച്ച കാള. ആ നുകത്തിൻ്റെ അറ്റത്തൊരു യജമാനൻ പിടിച്ചിട്ടുണ്ട് നുകത്തിൻ്റെ മറ്റേ അറ്റം. അയാൾ ഡയറക്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഈ കാള പോകുന്നത്. അവിടെ കുറച്ച് നല്ല പുല്ല് കാണും, കാളയ്ക്ക് അങ്ങോട്ട് പോയി അതൊക്കെ തിന്നാൻ പറ്റത്തില്ല. അപ്പോൾ oxen under the yoke cannot do what they want to. They have to follow a prescribed path. യജമാനൻ നയിക്കുന്ന വഴിക്കൂടെ വേണം ഈ നുകം വെച്ച കാള പോകാൻ. ഇഷ്ടമുള്ള വഴി പോകാൻ പറ്റില്ല. കാളയുടെ സ്വന്തം ഇഷ്ടത്തിന് അവസാനം. ചെറിയ സാർ ഒരിക്കൽ ഈ ഭാഗത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അതാണ് ഞാനിതിങ്ങനെ ഇത്രയും ചിന്തിക്കാനും പ്രസംഗിക്കാനുള്ള അടിസ്ഥാന കാരണം. അതാ സാറ് പറഞ്ഞ പല കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ട്. അന്ന് സാറ് പറഞ്ഞൊരു കാര്യം, ഡിക്ലെയർ ഡെത്ത്, സൈൻ യുവർ ഡെത്ത് വാറന്റ് എവറി ഡേ. നിന്റെ ഡെത്ത് വാറന്റ്, മരണ വാറന്റ് എല്ലാ ദിവസവും നീ ഒപ്പിട്ട് വേണം ജീവിക്കാൻ. That means I die to myself because I am under someone else's control. I am under the control of the Lord Jesus. I am under his yoke. So I cannot go and do whatever I want to do. I should sign my death warrant every day. എൻ്റെ ഡെത്ത് വാറന്റ്, മരണ വാറന്റ് എല്ലാ ദിവസവും ഞാൻ ഒപ്പിടണം എന്ന് പറഞ്ഞ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മരിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ എന്തോ അത് നിറവേറ്റുക. അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് നുകം ഏറ്റുകൊണ്ടുള്ള ജീവിതം. ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യണമെന്ന് പുതിയ നിയമത്തിൽ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. Do you know the only one thing Jesus asked us, taught us to do every day, daily? ഒറ്റ കാര്യമുള്ളൂ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് എങ്ങും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചിലർ പ്രാർത്ഥിക്കാത്തത്. എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടോ വാക്യം എല്ലാ ദിവസവും നിങ്ങൾ ബൈബിൾ വായിക്കണം? അങ്ങനെ ഉണ്ടോ? ബാക്കിയില്ല. അതൊക്കെ ചെയ്യണം കേട്ടോ, ആരും ചെയ്യരുതെന്നല്ല പറയുന്നത്. പക്ഷേ യൂസിങ് ദ വേർഡ് ഡെയിലി, ദർ ഇസ് ഓൺലി വൺ തിങ് ജീസസ് ആസ്ക്ഡ് us to do. എല്ലാ ദിവസവും യോഗത്തിനോടെന്ന് പറഞ്ഞില്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഒരു വാക്കിയില്ല, എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം അങ്ങനെ വാക്കിയില്ല. യേശുക്രിസ്തു പഠിപ്പിച്ച എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. Take up your cross daily and follow. എല്ലാ ദിവസവും കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കണം. അപ്പോൾ ഈ എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറയാത്ത കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ ദിവസവും വായിക്കുന്നില്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നില്ലേ? അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല എല്ലാ ദിവസവും ചെയ്യണം എന്ന് കർത്താവ് പ്രത്യേകം പറയാത്ത ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം മിക്കവാറും പേർക്ക് അറിയാൻ പോലും വേല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ? അതിൻ്റെ അർത്ഥവും അറിയാൻ പാടില്ല, അത് ചെയ്യുന്നുമില്ല. പ്രിയപ്പെട്ടവരെ,
ലൂക്ക് 9:23 ആണ് ആ വാക്യം. ലൂക്കോസ് 9:21. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എനിക്ക് വേണ്ടി ക്രൂശ് മരിക്കണമെന്നല്ല, അത് നാൾ തോറും ചെയ്യാൻ ഒക്കെയല്ലോ ക്രൂശ് മരിക്കുന്നത്. നാൾ തോറും ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ക്രൂശ് എന്തിനെ കാണിക്കുക? ആ കാലത്ത് ഒരാൾ ക്രൂശും കൊണ്ട് പോകുന്ന കണ്ടാൽ എളിച്ചാകാൻ പോവുക. ക്രോസ് ഓൾവേസ് റിമൈൻഡ്സ് us or speaks of death. Let him deny himself and take up his cross daily. അതാണ് ക്രിസ്തീയ ജീവിതം. Christian life is a life in which I say no to myself and yes to the Lord every day of my life. എൻ്റെ ജീവിതത്തിൽ സ്വയത്തോട് നോ എന്നും കർത്താവിനോട് യെസ് എന്ന് പറഞ്ഞുകൊണ്ട്, കല്യാണക്കാര്യത്തിലോ ജോലി കാര്യത്തിലോ മാത്രമല്ല, എവ്രിതിങ്, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സ്വയത്തിന് മരിച്ച് കർത്താവിന് ജീവിക്കുക. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് ക്രിസ്തീയ ജീവിതം. അതിലേക്കാണ് കർത്താവ് ക്ഷണിക്കുന്നത്. എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, നിങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ പോകും, ഇനി സന്തോഷമായി പാട്ടും പാടി ജീവിച്ചോ എന്നല്ല കർത്താവ് പറഞ്ഞത്. അതൊക്കെ നല്ലതാണ്. പക്ഷേ എൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരും എന്ത് ചെയ്യണം? നുഖമെടുക്കണം. നുഖമെടുക്കാത്ത ക്രിസ്ത്യാനികൾ, അങ്ങനെ ക്രിസ്ത്യാനികളെ കുറിച്ച് വേദപുസ്തകത്തിൽ വിവക്ഷിച്ചിട്ടില്ല. എൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരും നുഖമെടുത്ത് തന്നെ അനുഗമിക്കണം. അതാണ് കർത്താവിൻ്റെ പ്രമാണം. യോഹന്നാൻ 8 വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്കറിയാം. അവളോട് അവളുടെ പാപഭാരം കർത്താവ് എടുത്ത് മാറ്റി. എന്ന് പറഞ്ഞ, ഞാനും ശിക്ഷ വിധിക്കുന്നില്ല, പോകാം. പക്ഷേ ആ പാപഭാരം എടുത്ത് മാറ്റിയ ഉടനെ ഒരു നുഖം അവളുടെ മേൽ വെച്ചു. എന്താ അത്? Sin no more. See that woman caught in adultery, the Lord said, I forgive you, I take away your burden of sin, but you should live under my control from today on. Sin no more. അപ്പൊ കർത്താവ് പാപഭാരം എടുത്ത് മാറ്റുന്ന എല്ലാവരോടും ഇതും പറയും. എന്ത് പറയും? ഇനി പാപം ചെയ്യരുത്, നുഖത്തിന് കീഴിൽ ജീവിക്കണം. Many believers have not understood this, I think. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ക്രിസ്തീയ ജീവിതം ഇങ്ങനെ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ. എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വം മാനിച്ച്, അവനോട് ആലോചന ചോദിച്ച്, അവൻ്റെ ഇഷ്ടം ഓരോ ദിവസവും മനസ്സിലാക്കി അതിനനുസരിച്ച് എൻ്റെ ചുവടുകൾ വെക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. അതെ, അങ്ങനെ ജീവിക്കുമ്പോൾ അതോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. ലേൺ ഓഫ് മീ. വാട്ട് ടു ലേൺ? എന്തോ പഠിക്കണം? കർത്താവിൻ്റെ ഫിലോസഫിയൊക്കെ പഠിക്കണം. കർത്താവ് പഠിപ്പിച്ച ആഴമേറിയ ഉപദേശങ്ങൾ പഠിക്കണം. അതാണോ? അത് പഠിക്കണം, വേണ്ടെന്ന് പറയല്ല. വാട്ട് ആം ഐ സപ്പോസ് ടു ലേൺ ഫ്രം ദ ലോർഡ്? പ്രൈമറിലി അവിടെ പറയുന്നുണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എന്നെ നുഖമേറ്റ് പഠിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്നോട് പഠിക്കണമെന്ന് മാത്രമായിരുന്നെങ്കിൽ കർത്താവിന്റെ ഉപദേശങ്ങളും പഠിപ്പീരും ഒക്കെ നമ്മൾ പഠിക്കണം. അത് പഠിക്കണം കേട്ടോ, വേണ്ടെന്ന് ഞാൻ പറയല്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലേൺ ഓഫ് മീ ഫോർ ഐ എം മീക്ക് ആൻഡ് ലോലി. സോ വാട്ട്സ് എ കണക്ഷൻ ബിറ്റ്വീൻ മീക്ക്നെസ്, ലോലിനെസ് ആൻഡ് ലേണിംഗ് ഓഫ് മീ? എന്നെ നിങ്ങൾ പഠിക്കണം. എന്ത് പഠിക്കണം? എൻ്റെ സ്വഭാവം പഠിക്കണം. ലേൺ മൈ ക്യാരക്ടർ. പ്രിയപ്പെട്ടവർ, ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പ്രസംഗം പറയുന്നതല്ല, പാട്ട് പാടുന്നതല്ല, വേൾഡ് ഫേമസ് ഇവാഞ്ചലിസ്റ്റ് ആകുന്നതല്ല. ക്രിസ്ത്യൻ ലൈഫിൽ ഏറ്റവും വലിയ കാര്യം ഗ്രോയിങ് ഇൻ ടു ഹിസ് ലൈക്ക്നെസ്. ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് തിങ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് 6-ാം അധ്യായം 40-ാം വാക്യം. മാർക്ക് ചാപ്റ്റർ 6 and verse 40. Mark 6 and verse 40. അവിടെ probably that's not the verse. The verse is this. Probably the reference is wrong. Maybe you can find out. You know, then the Lord says, a disciple is not above his master,
One who is fully trained will become like the master. ശിഷ്യൻ യജമാനന് മീതെയല്ല, പിന്നെ അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും. Matthew 10:24. Matthew 10:24. Oh, Matthew also, yeah. Mark also, that verse is there, I think. Okay, yeah, that's a verse I meant. കർത്താവ് പറയാണ്, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും. Matthew 10:24, it is there. Yeah. ശിഷ്യൻ ഗുരുവിൻ മീതെയല്ല, ദാസൻ യജമാനു മീതെയുമല്ല. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനും മതി. ഗുരുവിനെ പോലെ ആകുന്നു മതി എന്നാണ് ഇവിടെ. മർക്കോസിൽ the same thing is said. One who is fully trained will become like the master. Okay. അപ്പോ as far as a disciple is concerned, his greatest thing is to become like the master. ഒരു ശിഷ്യനെ സംബന്ധിച്ച് ലേൺ ഓഫ് മീ, എന്താ പഠിക്കേണ്ടത്? എൻ്റെ സൗമ്യത, എൻ്റെ താഴ്മ, എൻ്റെ സ്വഭാവം, മുഖമേറ്റുകൊണ്ട് എന്നെ പോലെ ആയിക്കൊണ്ടിരിക്കണം. അതാണ് ഡിസൈപ്പിൾഷിപ്പ്. Discipleship is following the Lord Jesus, growing into his Christ likeness. ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്വഭാവം കൂടുതൽ ഉള്ളവരായി ഞാൻ തീരണം. കൂടുതൽ താഴ്മ, കൂടുതൽ വിനയം, കൂടുതൽ സ്നേഹം, കൂടുതൽ കമ്പാഷൻ, കൂടുതൽ ആർദ്രത അതെൻ്റെ ജീവിതത്തിൽ വർദ്ധമാനമായി കാണണം. അതാണ് ക്രിസ്ത്യൻ ലൈഫിലെ പ്രോഗ്രസ് എന്ന് പറയുന്നത്. So the progress in Christian life is becoming more like the Lord Jesus. കർത്താവിനെ പോലെ ആവുക. അപ്പോൾ എൻ്റെ മുഖമേൽക്കണം, എന്നിട്ട് എൻ്റെ സ്വഭാവം ഉൾക്കൊണ്ട് എന്നെ ശിഷ്യൻ എന്ന നിലയ്ക്ക് അനുഗമിക്കണം. അതല്ലേ ക്രിസ്തീയ ജീവിതം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ക്രിസ്ത്യൻ ലൈഫ് മുഴുവൻ ഇതിനകത്തുണ്ടെന്ന്. എൻ്റെ അടുക്കൽ വരിക, എനിക്ക് കീഴ്പ്പെടുക, പിന്നെ എൻ്റെ സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ പോലെ ആയിത്തീരുക. അതാണ് ക്രിസ്ത്യൻ ലൈഫ്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ, അതായത് സ്വയത്തിന് മരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം മാത്രം എനിക്ക് മതി എന്നുള്ള സമർപ്പണത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. When you live that kind of a life, denying yourself and yielding to the control of the Lord Jesus in all areas of your life, growing into his likeness, in that lifestyle there is tremendous rest. ആ ജീവിതത്തിൽ വലിയ ആശ്വാസമുണ്ട്. അതേത് ആശ്വാസ? റെസ്റ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആശ്വാസം. ആദ്യത്തെ ആശ്വാസം വിശ്വാസികൾക്കെല്ലാം ഉണ്ട്. എന്നാൽ രണ്ടാമത്തെ ആശ്വാസം അനുഭവിക്കുന്ന വിശ്വാസികൾ വളരെ ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ റെസ്റ്റ് ഉണ്ടോ? എപ്പോഴാണ് നമ്മൾ റെസ്റ്റ്ലെസ് ആകുന്നത്? എനിക്ക് എൻ്റെ ഇഷ്ടം ചെയ്യണം, അത് ഒക്കുന്നില്ല, അപ്പോഴാണ് റെസ്റ്റ്ലെസ് ആകുന്നത്. എല്ലാവരും സംഭവിച്ചല്ലോ അല്ലേ? When I want to do my own will and I am not able to do it for some reason, I become restless. When I do not want to do anything, I just want to do what the Lord tells me to, I yield to him, I am totally at rest. അതാ ക്രിസ്തീയ ജീവിതം. എനിക്ക് എൻ്റെ വഴി വേണ്ട, എനിക്ക് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ മതി. ഞാൻ ഓരോ ദിവസവും അവനിൽ നിന്ന് ആജ്ഞ സ്വീകരിച്ച് അവൻ പറയുന്നത് പോലെ ജീവിക്കുന്നു. എൻ്റെ വഴിയിൽ ചിലപ്പോൾ കർത്താവ് കുറച്ച് തടസ്സം വെക്കും, അപ്പം ഞാൻ വഴി മാറിപ്പോണം. എൻ്റെ വഴി ചെയ്യണമെന്നാണെങ്കിൽ തടസ്സം വെക്കുമ്പോൾ ഞാൻ കർത്താവിനോട് തന്നെ പിണങ്ങും, അല്ലേ? ഞാൻ ഇന്ന് ചെയ്യാണ്ടെന്നിട്ട് എനിക്കിത് നോക്കുന്നില്ലല്ലോ, എനിക്കങ്ങ് ഐ ബിക്കം റെസ്റ്റ്ലെസ്. എന്നാൽ when I have given up my will, I yield to the total control of the Lord, I want to do the will of God in my life, then I experience tremendous rest in my heart. അതാണ് ക്രിസ്തീയ ജീവിതത്തിലെ ആശ്വാസം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ റെസ്റ്റുള്ള, സ്വസ്ഥതയുള്ള ജീവിതമാണ്. എൻ്റെ ഹൃദയം, മൈ ഹാർട്ട് ഈസ് അറ്റ് റെസ്റ്റ്. യെശയ്യാ 26:3 പറഞ്ഞിട്ടുണ്ട്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. Thou will keep him in perfect peace whose mind is stayed on thee. So if your mind is totally stayed on the Lord, if you want to do just what the Lord wants you to do, your heart will always be at rest. അനുദിന ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സമാധാനം, പ്രശ്നങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ലെന്നല്ല, അതൊക്കെ ഉണ്ട് ജീവിതത്തിൽ. പക്ഷെ അതിൻ്റെ മധ്യത്തിലും my heart will be at rest. അതാണ് ക്രിസ്തീയ ജീവിതം.
അപ്പൊ ആദ്യത്തെ റെസ്റ്റ് പാപഭാരം നീങ്ങുന്നതുകൊണ്ടുള്ള റെസ്റ്റ്. രണ്ടാമത്തെ റെസ്റ്റ് അനുദിനം ദൈവത്തിന്റെ ഇഷ്ടം മാത്രം മതി എന്ന് പറഞ്ഞ് അതിന് കീഴ്പ്പെട്ട് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്ന വലിയ ആശ്വാസം. നമ്മൾ എത്ര പേര് ആ ആശ്വാസം അനുഭവിക്കുന്നുണ്ട്? ആർ യു എ റെസ്റ്റ്ഫുൾ ക്രിസ്ത്യൻ ഓർ എ ഡിസ്റ്റർബ്ഡ് ക്രിസ്ത്യൻ? മനസ്സിൽ ആകുലുള്ള അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉള്ള, ടേർബുലൻസ് ഉള്ള ക്രിസ്ത്യൻ ആണോ നീ? അതോ കർത്താവിനെ മാത്രം പിൻപറ്റിയാൽ മതി, ദൈവത്തിന്റെ ഇഷ്ടം മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞ ഒരാൾ നടക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സമാധാനം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അതാ ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് തന്നെ അനേക ആളുകൾക്ക് ഒരു ഐഡിയ ഇല്ല. രക്ഷിക്കപ്പെടുക, സ്വർഗത്തിൽ പോവുക, ഇത്രയുള്ള പലർക്കുള്ള ഐഡിയ അതല്ല. ഈ നിലയിൽ ജീവിക്കുക, അതാണ് ക്രിസ്തീയ ജീവിതം. ഒരു കാര്യം കൂടെ എൻ്റെ ഒടുവിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. മൈ യോക്ക് ഇസ് ഈസി ആൻഡ് മൈ ബർഡൻ ഈസ് ലൈറ്റ്. എൻ്റെ നുകം മൃദു. കർത്താവിൻ്റെ നുകത്തിന് കീഴിൽ ജീവിക്കുന്നത്, കർത്താവ് നമ്മുടെ മേൽ വെക്കുന്ന ചുമടെന്ന് പറയുന്നത് ആ കൺട്രോളാണ്. അത് ലഘുവുമാണ്. അപ്പോ കർത്താവ് നമ്മുടെ മേൽ വെക്കുന്ന നുകം കഴുത്തൊടിക്കാൻ വെക്കുന്നതല്ല, ആശ്വാസം തരാനാണ്. ലൈഫ് ഓഫ് കൺട്രോൾ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെട്ട് ഓരോ ചൂടിലും ജീവിക്കുന്ന ഒരാൾക്ക് വലിയ ആശ്വാസം അയാളുടെ ഹൃദയത്തിൽ കാണും. പിശാച് നമ്മളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ ക്രിസ്ത്യൻ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിക്കാൻ പറ്റത്തില്ല, ചീത്ത പറയാൻ പറ്റത്തില്ല, പിണങ്ങാൻ പറ്റത്തില്ല, ലോകത്തിലുള്ള പലരും എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല. ഓ, Satan tells us, I pity you, you Christians, miserable fellows. You cannot enjoy anything in the world. Is that true? Billy Graham once said, the happiest people I know are all Christians. യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നത് വിശ്വാസിക്കാം. ഞാനൊരു വളരെ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോവുക, ഒരാള് നമ്മളോട് വഴക്കുണ്ടാക്കാൻ വന്ന് വിചാരിക്കുക, അൺറീസണബിളായിട്ട് ചീത്ത പറയുകയോ വഴക്കുണ്ടാക്കാൻ വന്നു, നമ്മളും തിരിച്ച് ചീത്ത പറഞ്ഞു, അല്ലെ പിണങ്ങി വഴക്കുണ്ടാക്കി, ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച്, പിന്നെ ആരാണ്ടൊക്കെ വന്നാൽ പിരിച്ചു വിട്ടു, വീട്ടിൽ പോയിട്ട് പോകുന്നു പറഞ്ഞ് പിരിച്ചു വിട്ടു, നമ്മൾ വീട്ടിൽ പോയി. നമ്മുടെ ഹൃദയത്തിൽ വല്ല റെസ്റ്റും ഉണ്ടോ? ഹോൾ നൈറ്റ് ഇമാജിനറി വാർ ഇസ് ഗോയിങ് ഓൺ ഇൻ അവർ മൈൻഡ്, അല്ലെ? രാത്രി മുഴുവൻ നാളെ ഇവനെ കാണുമ്പോൾ ഞാൻ എന്ത് പറയും, അത് ചിന്തിച്ചോട്ട് കിടക്കുക, ഒരു റെസ്റ്റും ഇല്ല. ഞാൻ തോറ്റു, അവനോട് ഞാൻ നാളെ അവനെ ജയിക്കണം, അതിനെന്തെല്ലാം പറഞ്ഞാലൊക്കും. അവൻ്റെ കുടുംബചരിത്രം മുതൽ എനിക്കറിയാം, ഞാനത് പറയുന്ന ആള്. അത് വിചാരിച്ചുകൊണ്ട് കിടക്കുക രാത്രി മുഴുവൻ, ഒരു റെസ്റ്റും ഇല്ല. അത് പിശാചിന്റെ മുഖം. എന്നാൽ നീ കർത്താവിന്റെ മുഖം ചുമക്കുന്ന ഒരുത്തനാണെങ്കിൽ, അവൻ നിന്നെ ചീത്ത പറഞ്ഞു, ഹൃദയപൂർവ്വം നീ ക്ഷമിച്ചു, കർത്താവെ അവൻ്റെ അറിവുകേട് കൊണ്ട് പരിജ്ഞാനക്കേട് കൊണ്ട് പറഞ്ഞാണല്ലോ അവന് നീ വെളിച്ചവും ഉപയോഗം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു വെച്ച് നീ വീട്ടിൽ പോയി. രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി. ഇതിലേത് നോക്കാം എളുപ്പം? പിശാചിന്റെ മുഖം ചുമക്കുന്നതാണോ എളുപ്പം? കർത്താവിന്റെ മുഖം ചുമക്കുന്നതാണോ എളുപ്പം? കർത്താവിന്റെ മുഖം ചുമക്കുന്നതാണ് എപ്പോഴും എളുപ്പം. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. യോഹന്നാന്റെ ലേഖനത്തിൽ ജോൺസ് എപ്പിസോൾ ജീസസ് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. 1 John chapter 5, I think verse 2 or so. His commandments are not burdensome. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. See, John lived as a Christian for maybe 65 years when he wrote this. ഒരു 65 വർഷമൊക്കെ ശിഷ്യനായി ജീവിച്ചു കാണും ഇത് എഴുതുമ്പോൾ. ആ യോഹന്നാൻ പറയാണ്, കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഭാരമല്ല. ആ കൽപ്പന അനുസരിക്കാൻ എന്നെ സഹായിക്കാൻ നുകത്തിന്റെ മറ്റേ അറ്റത്ത് കർത്താവുണ്ട്. അതനുസരിക്കാനുള്ള കൃപ അവൻ എനിക്ക് തരും, മനസ്സ് തരും. അതുകൊണ്ട് കർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് ഭാരമുള്ള ജീവിതമല്ല, അതാണ് സന്തോഷമുള്ള ജീവിതം. പിശാചിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ഭാരമുള്ള ജീവിതം. കള്ളത്തരവും നുണയും പിണക്കവുമുള്ള ജീവിതം, ഒരു സമാധാനവും ഇല്ല രാത്രി കിടന്നാൽ. കാരണം അനേകരോട് പിണക്കാം,
ഞാനിങ്ങനെ പല വീടുകളിലാണല്ലോ ഓരോ ദിവസം താമസിക്കുന്നത്. അപ്പം മിക്കവാറും വീട്ടുകാർ രാവിലെ എഴുന്നേൽക്കുമ്പം ചോദിക്കും, രാത്രി ഉറങ്ങിയായിരുന്നോ? മിക്കവാറും പേര് ചോദിക്കും. ഞാൻ തമാശയായിട്ടും കാര്യമായിട്ടും പറയും, ഞാൻ നന്നായിട്ട് ഉറങ്ങി, എനിക്കാരോടും പണക്കില്ലല്ലോ, ഞാൻ ഉറങ്ങാതിരിക്കുന്നത് എന്തിനാ? ആരായി ഉറങ്ങാതിരിക്കുന്നത്? ഫിസിക്കൽ റീസൺസ് കൊണ്ട് ഉറങ്ങാതിരിക്കുന്നവരുണ്ട് കേട്ടോ, അവരുടെ കാര്യമെല്ലാം പറയുന്നത്. പിണക്കവും വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ വെച്ചിരിക്കുന്നവന് രാത്രി മുഴുവൻ മറ്റവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കിടക്കുക. നിന്റെ ഉറക്കം അവൻ കെടുത്തുക. എന്തോ ഒരു കഷ്ടമാണ് വയ്ക്കുക. നീയാ തീരുമാനിക്കേണ്ടത് നീ ഉറങ്ങണോ വേണ്ടതെന്ന്. പക്ഷെ നീ ഉറങ്ങണോ വേണ്ടതെന്ന് ആരാ തീരുമാനിക്കുന്നത്? നിന്റെ അയൽക്കാരനാ തീരുമാനിക്കുന്നത്. വാട്ട് എ സാഡ് തിങ് ദാറ്റ് ഈസ്. കർത്താവിന് കാര്യങ്ങൾ വിട്ടുകൊടുത്ത് കർത്താവിന് കീഴ്പ്പെട്ട് ഭാരങ്ങൾ കർത്താവിൻ്റെ മേലിട്ട് അവനെ അനുഗമിക്കുന്ന ഒരുത്തൻ സ്വസ്ഥതയോടെ ജീവിക്കും. പ്രശ്നമൊന്നും ഇല്ലെന്നല്ല, പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ കർത്താവുമായിട്ട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് സംസാരിച്ച് പോവുക. ജോർജ് വെർവർ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, ഞാനും പുഷ്പനൊക്കെ ഓയിമിൽ കുറച്ച് കാലമൊക്കെ ഉണ്ടായിരുന്നവരാണ്. ഞാൻ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജോർജ് വെർവർ ഇസ് ദ ഫൗണ്ടർ ഡയറക്ടർ ഓഫ് OIM, യു നോ ദാറ്റ്. അദ്ദേഹം ടീം മെമ്പേഴ്സിന് ഒരു എഴുത്തെഴുതും ഇടയ്ക്കിടയ്ക്ക്, അതായത് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ മെമ്പേഴ്സിന്. അപ്പോൾ അതിൽ അദ്ദേഹം എഴുതിയ നല്ല എഴുത്തൊക്കെ ഉണ്ട്. എനിവേ, അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യം, രാത്രിയാകുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും തനിക്ക് ലെറ്റർ വന്ന് മേശപ്പുറത്ത് കിടക്കുക. അവിടെ ട്രക്ക് വർക്ക്ഷോപ്പിൽ കൊടുക്കണം, കാശില്ല. വേറൊരിടത്ത് സുവിശേഷ വേദികൾ തല്ലാൻ വന്നു, വേറൊരിടത്ത് ട്രാക്ട് വലിച്ചു കീറി, ഇവിടെ ലിറ്ററേച്ചർ ഇല്ല. ഇത് ലോകം മുഴുവൻ എടുത്തു വന്നുകൊണ്ടിരിക്കുക ജോർജ് വെർവറിന്. ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റുമോ? അപ്പോൾ താൻ പകൽ മുഴുവൻ അധ്വാനിച്ച് രാത്രി വീട്ടിൽ വരുമ്പോൾ ഈ ലെറ്റേഴ്സ് എല്ലാം വായിക്കും. വായിച്ചിട്ട് താൻ പറയും, ലോർഡ്, all these problems are yours, I am going to sleep, good night. ഇതെല്ലാം നിന്റെ പ്രശ്നമാണ്, അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തേക്കണേ, നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് ഞാൻ ഉറങ്ങാൻ പോവാ. സി, ദാറ്റ് ഈസ് റെസ്റ്റ്. പ്രിയപ്പെട്ടവരുടെ ക്രിസ്തീയ ജീവിതം റെസ്റ്റുള്ള ജീവിതമാണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെയാണോ നമ്മുടെ ജീവിതം? കർത്താവിൻ്റെ അടുക്കൽ വരാത്തവർ വരണം, വന്നവർ ജീവിതത്തിൻ്റെ പൂർണ്ണ കർത്തൃത്വം, യജമാനത്വം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് അവരുടെ നിയന്ത്രണത്തിലാണോ ജീവിക്കുന്നത്? എൻ്റെ ഇഷ്ടം വേണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ മതി എന്നുള്ള സമർപ്പണം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും സ്വസ്ഥതയുള്ള ജീവിതം. ചിലർ വിചാരിച്ചിരിക്കുന്നത് ആത്മീയനായിട്ടൊക്കെ ജീവിച്ച വലിയ പാടാണ്. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. കർത്താവിനെ ഏറ്റവും ജീവിക്കുന്നതാണ് ഏറ്റവും സ്വസ്ഥതയുള്ള സമാധാനമുള്ള ജീവിതം. കർത്താവ് നമ്മളെല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. The Lord Jesus invites all of us to a life of discipleship, a life in which we follow Him, a life in which we acknowledge His Lordship at every point in our life, a life in which we want to say, not my will, but thine be done. ആ ജീവിതമാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ജീവിതം. അങ്ങനെയാണ് നമ്മളെല്ലാവരും ജീവിക്കേണ്ടത്. അങ്ങനെ അല്ലാതെ ജീവിക്കുന്നവര് ദൈവത്തിൻ്റെ പ്ലാനിൽ നിന്ന് താഴെയാണ് ജീവിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ച് അവന് കീഴ്പ്പെട്ട് വരുന്ന ദിവസങ്ങൾ ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. Amen.